ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ കറി ചൗ വെച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ഈ ചൗ വെച്ചിട്ട് ഒരുപാട് കറികൾ നമുക്കുണ്ടാക്കാം പല വിധത്തിൽ. സാമ്പാറുകളായാലും തോരനായാലും ഉപ്പിലിട്ടതായാലും ഇതുകൊണ്ടുണ്ടാക്കിയാൽ സൂപ്പറാണ്. ഇതാണ് ചിങ്കിലോ അമിനോ അമ്ലങ്ങളുടെയും വൈറ്റമിൻ സിയുടെയും ഒരു കലവറ തന്നെയാണ്. എന്നാൽ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. അതിനായി ഞാനിവിടെ 6 സ്പൂൺ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. പരിപ്പ് നമുക്ക് വെള്ളത്തിലൊന്ന് കുതിർത്തി വെക്കാം. പരിപ്പൊന്ന് കുതിരട്ടെ. അതിന് മുന്നേ നമുക്ക് ഈ ചൗ ഒരെണ്ണം മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിൻ്റെ 2 സൈഡും നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം നമുക്കൊന്ന് ചെത്തി കൊടുക്കാം. ഇതിൻ്റെ മേൽഭാഗം നേർത്ത ഒരു തൊലിയാണ്. വളരെ കനം കുറഞ്ഞ ഈ തൊലി മുഴുവനായി നമുക്കൊന്ന് ചെത്തിക്കളയാം. എന്നാൽ ഇതിൻ്റെ മീതെ ഒരു പശ പോലെ ഉണ്ടാവും. ചെത്തിക്കഴിഞ്ഞതിന് ശേഷം നന്നായി ഒന്ന് വെള്ളത്തിൽ നമുക്ക് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ 2ആയി നമുക്കിത് മുറിച്ചെടുക്കാം. ഇതിൻ്റെ നടുവിലൂടെ ഒരു വിത്ത് പോയിട്ടുണ്ട്. മാങ്ങയുടെ അണ്ടിയൊക്കെ ഉണ്ടാവില്ലേ, അണ്ടിപ്പരിപ്പ് പോലത്തത്, അത് നമ്മൾ കളയില്ല. അതുപോലെ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ പരിപ്പും നമുക്ക് കളയാം. അതിൻ്റെ ആ വെള്ള പാട പോലെയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെത്തി മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വളരെ കനം കുറച്ച് ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ വേണം നമ്മൾ ഇതുപോലെ മുറിച്ചതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് നമുക്കൊന്ന് കഴുകി ക്ലീൻ ചെയ്ത് മാറ്റി വെക്കാം. നമ്മുടെ പരിപ്പ് ഇവിടെ നന്നായി കുതിർന്നു വന്നിട്ടുണ്ട്. വീണ്ടും നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുത്ത പരിപ്പ് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ചൗ കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. അതൊരു 6 എണ്ണം നടു കീറിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്കൊരു ചെറിയ തക്കാളിയും ഇതുപോലെ വളരെ കനം കുറച്ചരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായി മിക്സാക്കിയതിന് ശേഷം ഇത് അടച്ച് വെച്ച് നമുക്കൊരു 2 വിസിൽ വരുന്നത് വരെ വേവിക്കാം. 2 വിസിൽ വന്നാൽ തന്നെ ഇത് നന്നായി വേവും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ 1/2 മുറി തേങ്ങ ചിരവിതി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 പച്ചമുളക് എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. ഒരു 5-6 ചുവന്നുള്ളിയും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പരുവത്തിൽ വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ. പച്ചമുളക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എനിക്കിവിടെ എരിവ് ഇഷ്ടമുള്ളതിനാലാണ് ഞാൻ ഈ 2 പച്ചമുളക് കൂടി എക്സ്ട്രാ ചേർത്ത് വളരെ നൈസായിട്ട് ഞാനിത് അരച്ചെടുക്കുന്നത്. കുക്കറിൻ്റെ മൂടി തുറന്ന് നോക്കിയപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ ചൗ. പരിപ്പെല്ലാം നന്നായി വെന്ത് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ കുക്കറിൽ നിന്നും മൺചട്ടിയിലേക്ക് ഈ കറി മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാനിതിലേക്ക് തേങ്ങയുടെ ഈ കൂട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇനി നമുക്ക് തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് പതയാൻ വെക്കാം. നന്നായി പതഞ്ഞ് വന്നു. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ഞാനിത് താളിക്കാൻ പോവുകയാണ്. ഞാനൊരു കടായി അടുപ്പിലേക്ക് വെച്ചു. അത് ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുകൊന്ന് പൊട്ടിക്കാം. കടുക് നന്നായി ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു വറ്റൽമുളക് മുറിച്ച് കൊടുത്തതും ഒരു തണ്ട് കറിവേപ്പിലയും നമുക്കിതിലേക്ക് ചേർക്കാം. കറിവേപ്പില എല്ലാം മൊരിഞ്ഞ് വന്നാൽ നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഈ താളിപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ ചൗ കറി ഇവിടെ റെഡിയായിരിക്കുന്നു. വളരെ രുചികരമായ ഒരു കറിയാണ്. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പാലക്കാട് ജില്ലയിൽ ഇത് മേരക്കായ് എന്നാണ് ഈ പഴം അറിയപ്പെടുന്നത്. കേരളത്തിൽ ഹൈ റേഞ്ച് പ്രദേശങ്ങളിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്.
വളരെ രുചികരമായ ഒരു ഫ്രൂട്ടാണിത്. ഇത് വെച്ച് നമുക്ക് പല വിധത്തിലും കറി ഉണ്ടാക്കാം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ തയ്യാറാക്കൂ.